ഹലോ, അപ്പോൾ ഞാൻ ഇന്നുള്ളത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തുള്ള തിരുമാതാംകുന്ന് ക്ഷേത്രത്തിലാണ്. ഒരുപാട് നാളായി നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ട്. ഇവിടെ വരാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ് എൻട്രൻസ് വരുന്നത്. ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം മുകളിലേക്ക് കയറാൻ. എൻ്റെ കൂടെ ചേട്ടനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്ക് സമീപം അങ്ങാടിപ്പുറം എന്ന സ്ഥലത്തുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് കേട്ടോ ഈ ഒരു തിരുമാതാംകുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം. വള്ളുവക്കോനാതിരിമാരുടെ കുലദൈവവും സാക്ഷാൽ ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ. തുല്യ പ്രാധാന്യത്തോടെ ശ്രീ പരമേശ്വരനും ഇവിടെയുണ്ട്. വലതും മനോഹരവുമായ ശിവലിംഗ പ്രതിഷ്ഠ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ തിരുമാതാംകുന്നിലമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിക്കാണ് ഇവിടെ കൂടുതൽ പ്രസിദ്ധി. തിരുമാതാംകുന്ന് ക്ഷേത്രം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചെറിയൊരു കുന്നിൻ മുകളിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് 4 വശവും കവാടങ്ങളുണ്ട്. മാതൃശാലയിൽ ഭഗവതിക്ക് ദിവസവും 5 നേരത്തെ പൂജകളാണ് ഉള്ളത്. ഇവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 4:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. പിന്നെ വൈകുന്നേരം വരുന്നത് 4 മണി മുതൽ രാത്രി 8 മണി വരെയും. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ചുറ്റും തൊഴുത് വന്നിട്ടുണ്ട് കേട്ടോ. പ്രസാദമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് വഴിപാടുകളൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അമ്പലത്തിൻ്റെ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ കൂടിയാണ് കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് ഒരുപാട് വയലുകളും അതുപോലെ ഒരു പുഴയും ഒഴുകുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന ഉത്സവമാണ് കേട്ടോ. 11 ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്ര ഉത്സവവും പൂരവും തന്നെയാണിത്. വള്ളുവനാടിൻ്റെ ദേശീയോത്സവമാണ് തിരുമാതാംകുന്നിലെ പൂരം. ആഘോഷങ്ങൾക്കുപരി ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടും താന്ത്രിക ചടങ്ങുകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുമാണ് തിരുമാതാംകുന്നിലെ പൂരാഘോഷങ്ങൾ നടക്കുക. അങ്ങനെ നമ്മൾ തൊഴലൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള കാഴ്ചകളാണ്. ഇവിടെ ഉത്സവത്തിന് വന്നാലും ഇതേ ഒരു പ്രതീതി തന്നെയാണ് കേട്ടോ. കമ്മലും പൊട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. നല്ല വിശപ്പുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ഇനി ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ.